ആലപ്പുഴയിൽ ആക്രമണങ്ങൾ നടത്തിയത്, മോഷണങ്ങൾ നടത്തിയത് കുറുവ സംഘം തന്നെയാണെന്ന സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധുബാബു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഈ സന്തോഷ് ശെൽവം തമിഴ്നാട്ടിൽ 18 കേസുകളിൽ പ്രതിയാണ്. കുറുവ മോഷണ സംഘത്തിലെ പ്രധാനിയാണ് സന്തോഷ് ശെൽവം എന്നയാൾ. സാധാരണഗതിയിൽ ഇവർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിലേക്ക് എത്തി ഇവിടെ മോഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ട്രെയിൻ മാർഗം, കാൽനടയായും ഇവരുടെ സഞ്ചാരമാർഗമുണ്ട്. സമഗ്രമായ വിവരങ്ങളാണ് പോലീസ് ആലപ്പുഴയിൽ നിന്നും നൽകുന്നത്. നിഷ നമ്മോടൊപ്പം ചേരുകയാണ്. നിഷ, കുറുവ സംഘം തന്നെയാണ് ഈ മോഷണങ്ങൾക്ക് പിന്നിൽ, അക്രമങ്ങൾക്ക് പിന്നിൽ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ആലപ്പുഴയിൽ കവർച്ച നടത്തിയത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴയെ ഭയാശങ്കയിൽ നിർത്തിയത് കുറുവ സംഘം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു ആലപ്പുഴ ഡിവൈഎസ്പി എം.ആർ. മധുബാബു. എന്തായാലും ഈ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ആലപ്പുഴയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ആലപ്പുഴ മണ്ണഞ്ചേരിയിലും ഒപ്പം മണ്ണഞ്ചേരി, നേതാജി പോലുള്ള പ്രദേശങ്ങളിൽ മോഷണം നടത്തിയത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സന്തോഷ് ശെൽവം തന്നെയാണ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷ് ശെൽവത്തിന്റെ പങ്ക് വ്യക്തമായി തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്നും നെഞ്ചിൽ പച്ച കുത്തിയ ആളെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളാണ് ഈ സന്തോഷ് ശെൽവത്തിൽ എത്തി നിന്നത്. ഇന്നലെ ഈ പച്ച കുത്തിയ ആൾ എന്ന ഒരു രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോയി. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം തന്നെ പോലീസ് പറയുന്നത് കേരളത്തിലുള്ളവരല്ല ഈ മോഷണം നടത്തിയത്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവ സംഘമാണ് എന്നൊരു സംശയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഉറപ്പിക്കുകയും ചെയ്തു. അത് ഇന്നലെ തന്നെ ഡിവൈഎസ്പി നമ്മളോട് പറഞ്ഞ കാര്യമാണ്, കുറുവ സംഘം തന്നെയാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേതാജിയിലും മണ്ണഞ്ചേരിയിലും കോമളപുരത്തും അടക്കമുള്ള മോഷണങ്ങൾ നടത്തിയത് സന്തോഷ് ശെൽവം തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത, അല്ലെങ്കിൽ ഈ ഒരു വലിയ ഒരു സംഘം തന്നെ ഇവർക്കൊപ്പമുണ്ട്. അതിലെ പ്രധാനിയാണ് പിടിയിലാവുന്നത്. ആ പ്രധാനി പിടിയിലാകുമ്പോൾ ഇതിന്റെ കണ്ണികൾ ആരെല്ലാമാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഇനി അധികം തപ്പേണ്ടി വരില്ല. കാരണം ഇനി കണ്ണികൾ ആരെല്ലാം എന്ന കാര്യം പോലീസിന് ഉടൻ തന്നെ വ്യക്തമാകും. പലയിടങ്ങളിലായി, അതായത് സംഘാംഗങ്ങൾ രണ്ട് പേരായി തിരിഞ്ഞ് മോഷണം നടത്തുന്ന ഒരു പതിവാണ് ഈ കുറുവ സംഘങ്ങൾക്കുള്ളത്. ഈ കുറുവ സംഘങ്ങൾക്കിടയിൽ തന്നെയുള്ള ആ ഒരു സ്പർദ്ധ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് എത്രയും പെട്ടെന്ന് ഈ പ്രതിയിലേക്ക് എത്തിയത്. മാത്രമല്ല, കുണ്ടന്നൂരിലെ ഇവരുടെ താമസ സ്ഥലത്ത് നിന്നും സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് തോന്നിക്കുന്ന തൊണ്ടി മുതലുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നാടകീയമായ രംഗങ്ങളൊക്കെ നടത്തിയിരുന്നു. തങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് ഈ സംഘാംഗങ്ങൾ, അതായത് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. ഇന്നലെ ഈ പ്രതികളെ പിടികൂടിയ സമയം തന്നെ ഇവരെ രക്ഷപ്പെടുത്താനായി മണികണ്ഠന്റെയും സന്തോഷ് ശെൽവത്തിന്റെയും ഒക്കെ ഭാര്യയും അമ്മയും അടക്കമുള്ള ആളുകൾ വന്നിരുന്നു. പോലീസിനെ ആക്രമിച്ചു തന്നെ ഇവരെ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. അതിസാഹസികമായ 5 മണിക്കൂറുകൾക്കൊടുവിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. എന്തായാലും ഇന്നലെ തന്നെ ഇവരെ ചോദ്യം ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ആദ്യം തന്നെ ഒരു പ്രാഥമിക രീതിയിലുള്ള ഒരു തെളിവെടുപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ട്രയൽ റൺ ഒക്കെ നടത്തിയിരുന്നു. ഇന്നലെ 3 മണിക്ക് ഇന്ന് പുലർച്ചെ 3 മണിക്ക് മുമ്പ് തന്നെ തെളിവെടുപ്പ് നടത്തി എന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സന്തോഷ് ശെൽവം തന്നെയാണ് ആലപ്പുഴയിൽ നടത്തിയ മോഷണങ്ങൾക്ക് പിന്നിൽ. ഇനി കണ്ടെത്തേണ്ടത് ഇയാളുടെ ആ ഒരു ഗ്യാങ്ങിൽ, ആ ഒരു കണ്ണികൾ ഇയാളുടെ സംഘത്തിൽപ്പെട്ട കണ്ണികൾ ആരൊക്കെ ആണ് എന്നുള്ള കാര്യമാണ് ഇനി പോലീസിന് വ്യക്തമാകാനുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷ് ശെൽവം തമിഴ്നാട്ടിൽ 18 കേസുകളിൽ പ്രതി. മറ്റൊരു പ്രധാന കാര്യം, ആദ്യം മുതൽ തന്നെ പോലീസ് പറയുന്നത് പാലായിൽ നിന്നും ജയിൽ മോചിതരായ കുറുവ സംഘമാണ് ഇവിടെ ആലപ്പുഴയിൽ മോഷണം നടത്തിയത് എന്ന ഒരു സംശയം പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ഈ സന്തോഷ് ശെൽവത്തിന്റെ അമ്മ തന്നെ പറയുന്നുണ്ട് പാലായിൽ ഇവർ ജയിലിലായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും അവർ തന്നെയാണ് ആലപ്പുഴയിലെത്തി ഇത്തരത്തിൽ മോഷണ പരമ്പര തന്നെ നടത്തിയത്, ആളുകളെ ഭയപ്പാടിലാക്കിയത് എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മോഷണം നടന്ന മാളിയേക്കൽ, അതായത് മണ്ണഞ്ചേരി പഞ്ചായത്ത് 12-ാം വാർഡിൽ മാളിയേക്കൽ കുഞ്ഞുമോന്റെ വീട്ടിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ഡോറ് തുറന്ന് അതിനുശേഷം ഈ കാണുന്ന വാതിലും കൊളുത്തും തകർത്താണ് മോഷണ സംഘം അകത്തേക്ക് കടന്നത്. ഇപ്പോൾ ഈ സംഘാംഗങ്ങളിൽ പ്രധാനി പിടിയിലാകുമ്പോൾ പോലും ഈ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് ഈ ആശങ്കകൾ ഒഴിയുന്നില്ല. ആ ഒരു ഭയപ്പാടിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത്. എനിക്കിപ്പോൾ ചേരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ മോഷണം നടന്ന് ഈ 3.5 പവന്റെ മാല നഷ്ടപ്പെട്ട
വീട്ടമ്മയാണ്, ഈ വീട്ടിലെ അംഗമാണ്, ഇന്ദു എന്നാണ് പേര്. ഇന്ദുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിക്കും 1:30ക്കും ഇടയിലാണ് മോഷണം നടന്നത്. ഇന്ദു വ്യക്തമായി തന്നെ ആളെ കണ്ടു എന്ന് പറയുന്നത് ഉറക്കത്തിന്റെ ആ ഒരു ഗാഠനിദ്രയിലായ ഒരു സമയമാണ്. എങ്കിൽ പോലും ചേച്ചിക്ക് ആള് നിൽക്കുന്നതായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ? നിൽക്കുന്നതായിട്ട് മനസ്സിലായി, പക്ഷേ മുഖം വ്യക്തമല്ല. കൂവിയിട്ട് എനിക്ക് ഒച്ചയൊന്നും വരുന്നില്ലായിരുന്നു. നമ്മുടെ ശരീരം അങ്ങ് തളർന്നു പോയി. എൻ്റെ എപ്രാളം കേട്ടുകൊണ്ടാണ് ഹസ്ബൻഡ് ഉണരുന്നത്. അന്നേരം അവൻ ചാടി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞു. ഈ മാല കട്ട് ചെയ്യുന്ന ശബ്ദം എൻ്റെ ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്. എന്നാലും ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ സ്വപ്നത്തിലാണെന്നാണ്. പിന്നീട് നമ്മൾ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എൻ്റെ ദേഹത്തൂടെ എന്താ ഇഴയുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ കണ്ണ് തുറയുന്നില്ല. ആ ഉറക്കത്തിൽ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴാണ് ആ രൂപം കാണുന്നത്. അതോടുകൂടി എൻ്റെ സർവ്വ ഇതും നഷ്ടപ്പെട്ടു. ശക്തമായി നിലവിളിച്ചിട്ട് പോലും എനിക്ക് ഒച്ച വരുന്നില്ലായിരുന്നു. എനിക്കതിപ്പോൾ ഓർക്കുമ്പോഴും ഭയങ്കര ഭീതിയാണ്. ആ റൂമിലോട്ട് കയറുമ്പോഴും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല. കുഞ്ഞും പേടിച്ചു. കുഞ്ഞെന്നേ താഴെ കിടപ്പുണ്ട്. കുഞ്ഞിനെ ചവിട്ടാതിരിക്കാൻ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് സൈഡിൽ കിടക്കുവാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കുഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ആ സമയത്തൊരു അബോധാവസ്ഥയിലാണെങ്കിൽ പോലും, അത്ര ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു, എങ്കിൽ പോലും ആ ആളുടെയും ഇപ്പൊ ഈ കണ്ട ആളുടെയും രൂപം വെച്ച് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ റൂമിൽ നല്ല വെട്ടമില്ല. പിന്നെ വാതിക്കലെ വെട്ടം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, ഗ്ലാസ്സിൽ കൂടെ വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്കത് വ്യക്തമായിട്ടില്ല. ഒരാൾ രൂപം നിൽക്കുന്നതാണ് നമുക്കറിയാം. അത് വ്യക്തമായി കണ്ടു. ഈ മാല പൊട്ടിച്ചെടുത്ത് ഓടുമായിരുന്നു. ഞാൻ ഈ ഇഴയുന്ന ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചാടി എഴുന്നേക്കുവാണ്. എൻ്റെ മാലയാണല്ലോ എന്ന് തോന്നി. പെട്ടെന്ന് നമ്മൾ എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞ്. ഇപ്പോഴും ആ ഒരു പേടി വിട്ടുമാറിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ഭയമാണ്. നമുക്ക് നമ്മുടെ വീടിനകത്ത് സുരക്ഷിതത്വം ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷേ നമുക്ക് വീടിനകത്ത് പോലും സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവർ ഈ കള്ളന്മാരെയൊക്കെ പിന്നെ അവർ ജയിൽ വിമോചിതരാകാതിരിക്കാൻ നോക്കണം. എന്നുവെച്ചാൽ അവർ പിന്നീട് ഈ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണം, അതാണ് പറയാൻ. നിലിമ, ഇപ്പോഴും ഈ ഒരു ആക്രമണത്തിന്റെ ഇരകളായ ആളുകൾക്ക് ഭയാശങ്കകൾ വിട്ടൊഴിയുന്നില്ല. ഇനിയും കസ്റ്റഡിയിലാവാൻ നിരവധി സംഘാംഗങ്ങളുണ്ട്. എങ്കിൽ പോലും ഇവർ ആവശ്യപ്പെടുന്നത് ഇവരെ ജയിൽ മോചിതരാക്കിയാൽ ഇനിയും ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും. നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. തീർച്ചയായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആലപ്പുഴ, ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണഞ്ചേരി, നേതാജി ഭാഗത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞ 2 ആഴ്ചയായി ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു. നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ സ്ക്വാഡുകളായി തിരിഞ്ഞ് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് പോലും പല വീടുകളിലും ഈ കുറുവാ സംഘം കയറുന്നുണ്ടായിരുന്നു. കുറുവാ സംഘം എന്ന് പറയുമ്പോൾ ഈ മോഷണം മാത്രമല്ല, നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പോലും അടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്ന ആ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മാരക ആയുധങ്ങളുമായി മോഷണം നടത്താൻ ഇറങ്ങുന്ന സംഘങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഭയാശങ്കയിൽ തന്നെയായിരുന്നു നാട്ടുകാർ കഴിഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അതിന് ചെറിയൊരു ആശ്വാസം എന്ന് നമുക്ക് പറയാം. കാരണം സംഘത്തിൽ പ്രധാനിയായ ഒരാളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇനി കൂടുതൽ പ്രതികൾക്കായി ഇനിയും, അതായത് ഇവരുടെ സംഘാംഗങ്ങൾക്കായുള്ള അന്വേഷണം. ഇന്ദുവിന് വലിയ ഭയം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ്. സന്തോഷ് ശെൽവത്തിൻ്റെയും മണികണ്ഠൻ്റെയും ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ഇതിൽ മണികണ്ഠൻ്റെ പങ്ക് വ്യക്തമാക്കാനായില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ സന്തോഷ് ശെൽവത്തിൽ നിന്ന് ഈ കുറുവാ സംഘത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകാനുള്ള സാധ്യതയില്ലേ? അത്തരത്തിൽ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രിയാണല്ലോ പിടികൂടുന്നത്. നിലിമ, അങ്ങനെ തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ, അതായത് ഇവരുടെ അംഗങ്ങൾ നിരവധി ആളുകളുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ കാമാച്ചിപുരത്തു നിന്നും വന്ന ആളുകളാണ്. നിരവധി ആളുകളുണ്ട്. ഇവർ 2 അംഗ സംഘങ്ങളായി തിരിഞ്ഞാണ് കേരളത്തിൽ മോഷണം നടത്തുന്നത്. നവംബർ മാസം, അതായത് നമ്മുടെ ശബരിമല സീസണൊക്കെ ആവുന്ന സമയത്ത് പോലീസിന്റെയും മറ്റും ശ്രദ്ധ കൂടുതൽ അവിടേക്ക് കേന്ദ്രീകരിക്കും. മാത്രമല്ല, പോലീസിന് ആളുകളെ ഈ പട്രോളിങ്ങിൽ പരിശോധന നടത്തുമ്പോൾ പോലും ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാർ അടക്കമുള്ള ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് പരിശോധനയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട് എന്ന് പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യം മുതലെടുത്ത് വർഷങ്ങളായി കേരളത്തിൽ ഈ ഒരു നവംബർ മാസത്തിന്റെ ആ ഒരു സമയത്തോടെ, അത് അവരുടെ ഒരു സീസൺ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇവരെ കുറിച്ച് കൂടുതൽ വിലയിരുത്തലുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം കുറുവാ സംഘാംഗങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടത്തിയ
മോഷണ പരമ്പരകൾ അത് ഏത് രീതിയിലാണ് എന്ന് ഈ 7 അംഗ സംഘം, ഈ കേസ് ആലപ്പുഴയിലെ കേസ് അന്വേഷിക്കുന്ന 7 അംഗ സംഘം ഇതിനെക്കുറിച്ച് പഠനവും വിലയിരുത്തലുകളും ഒക്കെ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു സീസൺ ബേസ് ചെയ്ത് ആലപ്പുഴയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് വരുന്ന മോഷ്ടാക്കളാണ് കുറുവ സംഘാംഗങ്ങൾ എന്ന ഒരു നിഗമനത്തിലെത്തിയത്. എന്തായാലും പോലീസിന്റെ വ്യക്തമായ സൂചനകൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് എന്ന് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഡിവൈഎസ്പി നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറുവാ സംഘമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ സന്തോഷ് ശെൽവത്തെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിരുന്നു. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെയാണ് കുണ്ടന്നൂരിൽ ഇവരുടെ ഒരു താമസ സ്ഥലത്ത് നിന്നും, കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലുള്ള സ്ഥലത്ത് നിന്നും ഈ സന്തോഷ് ശെൽവത്തെയും സഹായി മണികണ്ഠനെയും പോലീസ് പിടികൂടുന്നതും സാഹസികമായി കീഴ്പ്പെടുത്തി. കുറുവാ സംഘങ്ങൾ പിടിയിലാകുമ്പോഴും ആക്രമണത്തിനിരയായവർ ഇപ്പോഴും ഭയപ്പാടിൽ തന്നെയാണ്. ആലപ്പുഴയിൽ നിന്നും നിഷയാണ് സമഗ്രമായ റിപ്പോർട്ട് നമുക്ക് മുന്നിൽ എത്തിച്ചത്.